ഡോക്ടറിൻ്റെ പേര് നടന്ന സംഭവം, ശരിക്കും നടന്ന സംഭവം. ഡോക്ടർ മാർക്ക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇത് ഞാനൊരിടത്ത് കേട്ടതാണ്. അപ്പോൾ നിങ്ങൾക്കതൊരു ഹെൽപ്ഫുൾ ആവൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറയാം. ഡോക്ടർ മാർക്ക് എന്ന് പറയുന്ന പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു ഓങ്കോളജിസ്റ്റാണ്. ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടറാണ്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഭയങ്കര ബിസി ആയിട്ടുള്ള ഇദ്ദേഹം, ഈ മാർക്ക് എന്ന് പറയുന്ന പുള്ളി, ഒരു ദിവസം തനിക്കൊരു കോൺഫറൻസ് ഉണ്ടായിട്ട് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി താൻ പോവാണ്. തൻ്റെ അടുത്തുള്ള എയർപോർട്ടിൽ പോയി ഫ്ലൈറ്റ് കയറി ആ കോൺഫറൻസിന് പോകാൻ വേണ്ടി റെഡിയായി. നിങ്ങൾക്കറിയോ, അദ്ദേഹം ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് റൺവേ കൂടെ പറന്ന് ഉയർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഫ്ലൈറ്റിന് എന്തോ ഒരു പ്രശ്നം മനസ്സിലാക്കിയതിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു എയർപോർട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനിടയിൽ നടന്ന സംഭവം. ലാൻഡ് ചെയ്തിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോഴും ഇദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയും എനിക്ക് ആ കോൺഫറൻസിന് എത്തണം, കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മീറ്റിങ്ങാണ്. പുള്ളി എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു റെൻ്റ് കാർ എടുത്തിട്ട് പുള്ളി ആ മീറ്റിങ്ങിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് ഈ പുള്ളി വണ്ടി ഓടിച്ച് പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഭയങ്കരമായ മഴയും കാറ്റും, ഭയങ്കരമായിട്ട് വഴിയൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ പുള്ളി വണ്ടി ഓടിച്ച് വഴി തെറ്റി എങ്ങോട്ടോ കയറിപ്പോയി. കയറി ചെന്ന് കഴിഞ്ഞ് കുറേ എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളി നോക്കുമ്പം ഒരു വീടുണ്ട്. ആ വീടിൻ്റെ പരിസരത്തോട്ടുള്ള വഴികളൊന്നും കാണുന്നില്ല. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ആ വീട്ടിൽ ചെന്നിട്ട് ചോദിക്കാം. ആ വീട്ടിൽ ചെന്നിട്ട് അവരോട് ചോദിക്കാം ഇനി എങ്ങനെ പോകേണ്ടത്. ആ വീട്ടിൽ കയറി ചെന്നു. വീട് നോക്കി ചെയ്തപ്പോൾ ഒരു പ്രായമുള്ള ഒരു ഫാമിലി, ഒരു കപ്പിള് അവരിറങ്ങി വന്നു. അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇന്ന സ്ഥലത്താണ് പോകേണ്ടത്, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകേണ്ടതാണ്. അപ്പോൾ പറഞ്ഞു നിങ്ങൾ വഴി തെറ്റി ഒത്തിരി ഇങ്ങ് വന്നു. പിന്നെ അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം, ഇനി തിരിച്ചു പോയാലും അദ്ദേഹം ആ മീറ്റിങ്ങിന് എത്താൻ പറ്റത്തില്ല. അതുമാത്രമല്ല, ഇത്രയും രാത്രി ആയതുകൊണ്ട് ഇനി തിരിച്ചു പോകുക എന്ന് പറയുന്നത് ഭയങ്കര ദുഷ്കരമാണ് ഈ വഴി കൂടെ. അന്ന് ആ വീട്ടുകാർ പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ വീട്ടുകാർക്ക് ഇത് ആരാന്നൊന്നും അറിയത്തില്ല, ഒരു കാര്യം ചെയ്യും, ഇന്ന് രാത്രി ഇവിടെ താമസിച്ചു, എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് പൊക്കോളാന്ന് പറഞ്ഞു. അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പോൾ ഇവർ വൈകുന്നേരം അത്താഴം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ ഫാമിലി ഇവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇദ്ദേഹം ഒരു ഡോക്ടറാണ്, ഇദ്ദേഹത്തെ ശാസ്ത്രത്തിലാണ് കൂടുതൽ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചിട്ട് അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു, അത്താഴത്തിലിരിക്കുന്നതിന് മുമ്പ് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഇങ്ങനെ ഒച്ച വെച്ച് പ്രാർത്ഥിച്ചു, കരയുന്നു, ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രയോജനം എന്താണ്? രണ്ട് കാര്യങ്ങളാണ്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം ആ പിതാവ് വന്നിട്ട് ഡോറ് തുറന്നിട്ട് ഒരു റൂമിൻ്റെ ഡോറ് തുറന്ന് അകത്തോട്ട് ഈ പുള്ളിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, ഈ തളർന്ന് കിടക്കുന്നത് എൻ്റെ കുഞ്ഞാണ്. ഇവനൊരു റയറസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാൻസർ രോഗം പിടിവിട്ടേക്കോ. അപ്പോൾ ഇവനൊരു സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ മാതാവ് പറഞ്ഞു, എന്നാൽ ഈ കുഞ്ഞിനെ സൗഖ്യമാക്കാൻ ഒരു വൈദ്യനുണ്ട്, ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് എങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനൊരു സൗഖ്യം കൊടുക്കാൻ പറ്റുമായിരുന്നു. ആ മാതാവ് അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പിതാവ് പറഞ്ഞു, ആ ഡോക്ടറിൻ്റെ പേര് മാർക്ക് എന്നാണ്. ലോകപ്രശസ്തനായ ഒരു ഓങ്കോളജിസ്റ്റാണെന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആശ്ചര്യവും സന്തോഷവും ആനന്ദവും ഒരു അതിശയവും ഒക്കെ ഉണ്ടായി. ഇദ്ദേഹം ഭയങ്കരമായിട്ട് സന്തോഷിച്ച് കാണും. കാരണം എന്താണെന്നറിയോ, ആ ഡോക്ടറാണ് ഇവരുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു നടന്ന സംഭവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിങ്ങളെ ഭയങ്കരമായിട്ട് തളർത്തുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റപ്പെട്ടു, എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തിനേലുമൊക്കെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം പറയാം, പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കരച്ചിലിന് ദൈവം വഴി തുറക്കാൻ സാധിക്കും. അത് എത്ര വലുതാണെങ്കിലും. നിങ്ങൾ ആലോചിക്കുക, ഫ്ലൈറ്റ് കയറാൻ പോയ ഡോക്ടറിന് ഫ്ലൈറ്റ് കളഞ്ഞ് വഴി തെറ്റിച്ച് അന്ന് രാത്രി അവരുടെ വീട്ടിൽ കൊണ്ടുവന്നത് ഹാഗാറും ഇസ്മായിലിനെ ഇറക്കി വിട്ടു വീട്ടിൽ നിന്ന്. ബൈബിളിൽ ഒരു കഥയാണ് ഞാൻ പറഞ്ഞത്. ബൈബിളിൽ അറിയാത്തവർക്ക് വേണ്ടി പറയാം. ഒരു അമ്മയും കുഞ്ഞിനെയും കൂടെ ആ ഒരു പിതാവിനെ ഇറക്കി വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇറക്കി വിടേണ്ടി വന്നു. അങ്ങനെ ഇറക്കി വിട്ടു, മരുഭൂമി കൊണ്ടുവിട്ടു. മരുഭൂമി കൊണ്ടുവിട്ട് ഇവരിങ്ങനെ ഉഴലുക. മരുഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ ആ കാണുന്ന ബീച്ച് ഇങ്ങനെ ഒരു ഇതല്ല.
എങ്ങും ചുറ്റുപാടൊക്കെ നോക്കിയാൽ ഒന്നുമില്ല. ആ ഒരു മരുഭൂമിയിൽ നമ്മളെയൊക്കെ ഏറ്റവും കരുതുന്ന ആരാണ്? സ്വന്തം അമ്മയായിരിക്കും അല്ലേ? നമ്മുടെ ഏത് അവസ്ഥയിലും അമ്മയും അപ്പനും കൂടെ ഉണ്ടാവും. എന്നാൽ അമ്മയ്ക്കും അപ്പയ്ക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലോ? ഇപ്പം നിങ്ങളിവിടെ ആയിരിക്കുന്നു, നമുക്കൊക്കെ പേരൻസ് ഉണ്ട്, നമ്മളെയൊക്കെ പേരൻസിന് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര കാര്യമാണ്. പക്ഷെ അവർക്കും ഇപ്പോൾ നമ്മളുടെ പല കാര്യത്തിലും ഇടപെടാൻ പരിധികളുണ്ട് അല്ലേ? പല കാര്യത്തിലും എത്തിപ്പെടാനൊരു പരിധിയുണ്ട്. അതിനപ്പുറം ഒന്നും അവർക്ക് പറ്റാത്ത സിറ്റുവേഷനാണ്. ഇതേ സിറ്റുവേഷനാണ് ഒരമ്മയും കുഞ്ഞും കൂടെ മരുഭൂമിയിൽ കൂടെ നടന്നു പോവുക. കുഞ്ഞിന് കൊടുക്കാൻ ഒരു തുള്ളി വെള്ളമില്ല അമ്മയുടെ കയ്യിൽ. എന്നിട്ട് അമ്മ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരിടത്ത് കിടത്തിയിട്ട് ഒരമ്പ് എയ്താലുള്ള അകലം എന്ന് പറഞ്ഞത്, അതായത് ഇവിടുന്ന് ഒരു അമ്പ് എയ്ത് കഴിഞ്ഞാൽ എത്ര ദൂരം പോകും? കാരണം സ്വന്തം കുഞ്ഞ് തളർന്ന് വെള്ളം കിട്ടാതെ മരിക്കുന്നത് കാണാൻ പറ്റാത്തത് കൊണ്ട് അമ്മ ദൂരത്ത് മാറിയിരുന്ന് കരയുക. അവിടെ എന്താ തുറന്നത് ദൈവം? ഒരു തൊട്ടി വെള്ളമാണോ കിട്ടിയ? അവിടെ ഒരു ഉറവ തന്നെ തുറന്നു. അവിടെ ആരെങ്കിലും പ്രാർത്ഥിച്ചോ? ഇല്ല. അവിടെ കരഞ്ഞതേ ഉള്ളൂ. ഒരു പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങൾ വിഷമിച്ചോ തളർന്നോ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ഇത് നമ്മളൊരു ഔട്ടിങ്ങായി കൂടിയിരിക്കുവാണെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്: നിങ്ങളുടെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങളുടെ മാതാവിനും പിതാവിനും നമ്മൾ എത്ര വലിയ അടുത്തുള്ളവരാണ് എന്ന് വിചാരിക്കുന്നവർക്കും എത്താൻ കഴിയാത്തൊരു മേഖലയിൽ നമ്മുടെ ദൈവത്തിനെത്താൻ പറ്റും. പക്ഷേ നമ്മൾ ആ ദൈവത്തെ അങ്ങ് വിശ്വസിക്കും. അങ്ങ് ദൈവസന്നിധിയിൽ ആ വിഷയം കൊടുക്കുക. ഒരു അടുത്ത പ്രാവശ്യത്തെ ഫീസ് എങ്ങനെ അടയ്ക്കും, അല്ലെങ്കിൽ എൻ്റെ ശമ്പളം എങ്ങനെ കിട്ടും, എൻ്റെ ജോലി എങ്ങനെ ശരിയാവും, എൻ്റെ വിസ എങ്ങനെ ശരിയാവും, ഇതെല്ലാം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരാൾ ദൈവമാണ്. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഹാഗാറെന്ന് കരയുന്നിടത്ത് ആരുമില്ല, ഒറ്റയ്ക്കായിരിക്കും. നിങ്ങളെ തന്നെ ആ ഹാഗാറായിട്ടൊന്ന് കണ്ടു നോക്കിക്കേ. ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പറഞ്ഞു നോക്കി, ഒന്ന് കരഞ്ഞാൽ നമ്മളെ തേടി വന്ന് സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ആമേൻ, ആമേൻ.